ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. ന്യൂ ഇയറൊക്കെ എല്ലാവരും തകർത്താഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. മലൈക്ക ബീച്ച് റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അവിടെ ബുഫേ കഴിക്കാൻ പോയത്. അത് നമ്മൾ ആഫ്റ്റർനൂണിനാണ് പോയത്. കണ്ടിട്ടില്ലാത്തവർ പോയിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ പോയിട്ട് കണ്ടു നോക്കാതെ. ഇത് ഗുജറാത്തുകാർ നടത്തുന്ന പ്രോഗ്രാമാണ് കേട്ടോ. അതുപോലെ തന്നെ ആഫ്രിക്കക്കാർക്ക് അപ്പുറത്തെ സൈഡിൽ വേറെ പ്രോഗ്രാം ഉണ്ട്. ഇവിടെ DJ ഉണ്ട്, അതുപോലെ തന്നെ ബുഫേ, ഫയർ വർക്ക്സ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് 3 കൂപ്പണൊക്കെ കിട്ടിയായിരുന്നു പേയ്മെൻറ്റ് ചെയ്ത സമയത്ത്. ഇത് കാണിച്ചിട്ട് അകത്ത് കയറിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ആ കൂപ്പൺ കൊടുത്ത് നമ്മുടെ കയ്യിൽ അവർ ടാഗ് കെട്ടിത്തരും, അത് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ നമ്മളിതേ മുകളിലോട്ട് കയറാണ് കേട്ടോ. അവിടെ പുൽക്കൂട് അതുപോലെ തന്നെ പടക്കങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് ലേക്കിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ഇന്ന് കത്തിക്കാം കേട്ടോ. ഇവിടെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് 2 റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൈ കെട്ടിയേക്കുന്ന ടാഗ് ഇതിലേക്ക് എൻട്രൻസ് ആവാനായിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ്. ആ കൂപ്പൺ ഇല്ലാണ്ട് ബുഫേ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ വീണ്ടും നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പേര് എഴുതി വഴി വെച്ചിട്ടുണ്ട് ഓരോ ടേബിളിൻ്റെ അവിടെ. അതനുസരിച്ച് നമ്മുടെ ടേബിളിൽ പോയി ഇരിക്കാം. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കണം. നമ്മൾ കുറച്ചൊരു ഇരുന്നിട്ടൊക്കെയാണ് ഫുഡ് എടുത്ത് കഴിച്ചത്. ആദ്യം നമ്മൾ സാലഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പ് ഉണ്ടായിരുന്നു, അത് വെജിറ്റബിൾ ടൊമാറ്റോ സൂപ്പ് ആയതുകൊണ്ട് അതെടുത്തില്ല. സാലഡിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇവിടുത്തെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഓരോ നോൺ ഐറ്റംസും അങ്ങനെ ഓരോന്നൊക്കെ എടുത്തു. ഞാൻ ഫുഡിൻ്റെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. എല്ലാവരും അങ്ങ് എടുത്തെടുത്ത് കഴിച്ചു. ഇവിടുത്തെ മട്ടൻ കറിയില്ലേ, അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് അതിൻ്റെ മീറ്റ് എന്ന് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിക്കൻ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. അതിൽ ഫ്ലേവേഴ്സൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. പിന്നെ ഇവിടെ ലൈവായിട്ട് പാസ്ത, നൂഡിൽസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് അവർ ഉണ്ടാക്കി തരും. ഞാൻ ഒരു വൈറ്റ് പാസ്ത പറഞ്ഞായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. ഇത് ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവിടെ ഒരു കുട്ടി പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തതാണ്. പിന്നെ ഗ്രിൽഡ് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ പാനിപ്പൂരി, ബേൽപൂരി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വെച്ചൊക്കെ ഞാൻ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരും എനിക്ക് പാനിപ്പൂരിയൊക്കെ വീട്ടിലേക്ക്. അതൊക്കെ കഴിച്ചു. പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം മുകളിൽ തന്നെ അങ്ങനെ ഇരുന്നു. കാരണം വയറൊക്കെ നന്നായിട്ട് നേർന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പതുക്കെ താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ ആഫ്രിക്കക്കാർ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം 4 പെണ്ണുങ്ങൾ ആണ് കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോയ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ബോയ്സിൻ്റെ ഡാൻസാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടമായത്. കാരണം കുറച്ചധികം മൂമെൻറ്റ്സ് അവർ ഡാൻസിലുണ്ടായിരുന്നു. ഇവരും അടിപൊളിയായിട്ട് കളിച്ചിട്ടോ. ഇവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് DJ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ DJയിലും കുറച്ചേരൊക്കെ കൂടി നിന്ന് അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളവിടെ നിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ. ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്നും പറഞ്ഞിറങ്ങിയതാണ്. കാരണം ഇവിടെ മെയിൻ DJ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ, അല്ലാത്ത സൺഡേസിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ അല്ലാണ്ട് ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ചുമ്മാ ഇരുന്ന് ഒന്ന് ചില്ലാവാനൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല കേട്ടോ. അവിടെ ആഫ്രിക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം 2 എൻട്രൻസ് ഫീ ആണ് വരുന്നത്. നമുക്കുള്ളത് ഇപ്പുറത്തെ സൈഡാണെന്ന് പറഞ്ഞു. അപ്പുറത്തേക്ക് കയറണമെങ്കിൽ വേറെ എൻട്രൻസ് ഇത് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ സൈഡിൽ തന്നെ അങ്ങ് ഇരുന്നു. കാരണം പിന്നെ 12 മണി ആവാറായി. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അവിടെ തന്നെ എല്ലാവരും ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട് ഈ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സീറ്റ് പിടിച്ച് അവിടെ അങ്ങ് ഇരുന്നു. നമ്മൾ ഈ ഫയർ വർക്ക്സ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് ഈ തലയിലേക്ക് വന്ന് വീഴായിരുന്നു അതിൻ്റെ ആ ഓരോ പൊടികളൊക്കെ.
ഫയർ വർക്ക്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നടന്നു. ആഫ്രിക്കക്കാരും ഇന്ത്യക്കാരും ഫോറിനേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ മോൺസിലെ ഏറ്റവും വലിയ റിസോർട്ട് ഈ മലയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു അയ്യോ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ പോകുന്ന ടൈം ആയപ്പോഴേക്കും ഫുൾ ആളുകളും വണ്ടികൾ കൊണ്ട് നിറഞ്ഞേക്കായിരുന്നു കേട്ടോ. റോഡിലൊക്കെ ഫുള്ള് വണ്ടികളായിരുന്നു. നമ്മളൊരു 2 മണി വരെയൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.